നമസ്കാരം. PSC ടെക്സ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ തൊഴിൽ വീതിയിൽ കൊടുത്തിട്ടുള്ള LGS ലെവൽ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണേ. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു വീഡിയോയിൽ LGS ലെവൽ എന്താണ് PVQ ചർച്ച ചെയ്യുന്ന സമയത്ത് ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരെന്ന് നമ്മൾ ചർച്ച ചെയ്തല്ലേ. ഭാരതമാത ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ. ഇനി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും തുടർന്ന് കോൺഗ്രസിന്റെ പോസ്റ്ററുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. അപ്പം ഗ്രാമീണ ചെണ്ടക്കാരൻ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടേതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ നമ്മുടെ നന്ദലാൽ ബോസിൻ്റെതാണ് അല്ലേ. നന്ദലാൽ ബോസിൻ്റെതാണ്. അപ്പം ഇതാണ് 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും തുടർന്ന് കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഏത്? ഗ്രാമീണ ചെണ്ടക്കാരൻ. അതുപോലെ തന്നെ ഗ്രാമീണ ജീവിതം ആരുടേതാണ്? ഗ്രാമീണ ജീവിതം നമ്മുടെ അമൃത ഷെർഗിൽ അല്ലേ. അമൃത ഷെർഗിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ ചിത്രീകരിച്ച അമൃത ഷെർഗിലിന്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം. ഗ്രാമീണ ജീവിതം. ഇനി രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയ ബോധം സൃഷ്ടിക്കാൻ സഹായകമായി. ദേശീയ ഗാനം എഴുതിയതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. അപ്പം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അബനീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരതമാത എന്ന ചിത്രം. അതുപോലെ നമ്മുടെ ഗ്രാമീണ ചെണ്ടക്കാരൻ ആരാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ് അല്ലേ. 1938 ഹരിപുര സമ്മേളനത്തിൽ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും തുടർന്ന് കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തത് ആരുടെ ചിത്രമാണ്? അത് നന്ദലാൽ ബോസിന്റെ ഗ്രാമീണ ചെണ്ടക്കാരനാണ് അല്ലേ. അപ്പം ഗ്രാമീണ ജീവിതം ആരുടേതാണ്? അത് അമൃത ഷെർഗിൽ. അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണേ. ഇനി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. എന്താണ്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതൊക്കെയാണ്? ഇവയൊക്കെ ശരിയാണ് കേട്ടോ. എന്താണ്? മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ. ഇവയെല്ലാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എന്താണ് നിലവിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ്. ഏതൊക്കെയാണ്? മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ. ഇനിയും റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാനിടയായി. എന്താണ്? റഷ്യൻ വിപ്ലവത്തിനെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ ഇടയായി. 1920 NM ജോഷി, ലാലാ ലജപത് റായ് എന്നിവർ മുൻകൈയെടുത്ത് രൂപീകരിച്ച സംഘടനയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, AITUC അല്ലേ. ആരൊക്കെയാണ് AITUC രൂപീകരിക്കാൻ മുൻകൈയെടുത്തത്? 1920 NM ജോഷിയും ലാലാ ലജപത് റായും. ആരൊക്കെയാണ്? NM ജോഷിയും ലാലാ ലജപത് റായിയും 1920 NM ജോഷിയും ലാലാ ലജപത് റായ് എന്നിവർ മുൻകൈയെടുത്ത് രൂപീകരിച്ച സംഘടനയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഇനി ഈ AITUCന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക. അതുപോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്ക് വഹിക്കുക എന്നിവയൊക്കെയാണ് AITUCന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പം AITUCന്റെ എന്ത് ലക്ഷ്യങ്ങളെന്നും PSC ചോദിക്കില്ല. AITUC രൂപീകരിക്കാൻ രൂപീകരിച്ച വർഷം 1920 NM ജോഷിയും ലാലാ ലജപത് റായിയുമാണ് ഈ AITUC രൂപീകരിക്കാൻ മുൻകൈയെടുത്തത്. യെസ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ?
ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എന്നാണ്. തൂക്കിലേറ്റിയ വർഷം, ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1931 അല്ലേ. 1931 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. നവജവാൻ ഭാരത് സഭ എന്ന സംഘടന ഭഗത് സിംഗ് സ്ഥാപിച്ചത് 1926 ഈ ചോദ്യമാണ്. നവജവാൻ ഭാരത് സഭ സ്ഥാപിച്ചതാണ്. നവജവാൻ ഭാരത് സഭ ഭഗത് സിംഗ് ആണ്. 1926 നവജവാൻ ഭാരത് സഭ ആര് സ്ഥാപിച്ചത്? ഭഗത് സിംഗ്. ഇനി ഈ ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ ബോംബ് എറിഞ്ഞത് 1929 ഏപ്രിൽ 8 ആരൊക്കെ ചേർന്നാണ്? യെസ്, ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന്. ആരൊക്കെ ചേർന്നാണ്? ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ ബോംബ് എറിഞ്ഞത് 1929 ഏപ്രിൽ 8 ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ഭഗത് സിംഗിന് വധശിക്ഷ വിധിച്ചത്. അപ്പം ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് ഭഗത് സിംഗിന് വധശിക്ഷ വിധിച്ചത്. ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തൻ ഉണർവിന്റെ അടയാളമായി മാറും എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? അത് സുഭാഷ് ചന്ദ്രബോസ്. എന്താണ് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്? ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തൻ ഉണർവിന്റെ അടയാളമായി മാറും എന്ന് അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഇത്? ഹണ്ടർ കമ്മീഷൻ. PC ചോദ്യമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാൻ നിയമിച്ച കമ്മിറ്റി ഏതാണ്? യെസ്, ഹണ്ടർ കമ്മീഷൻ ആണ് അല്ലേ. ഈ ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1919 ഏപ്രിൽ 13. നമുക്കറിയാം ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 അറിയാം. ഓക്കെ, ഇനി നെക്സ്റ്റ്. യെസ്, ചെംസ്ഫോർഡ് പ്രഭുവായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി. അപ്പം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? അത് ചെംസ്ഫോർഡ് പ്രഭുവായിരുന്നു. ഇനി ക്രൗളിംഗ് ഓർഡർ ജാലിയൻ വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രൗളിംഗ് ഓർഡർ PC ചോദ്യമാണ്. ക്രൗളിംഗ് ഓർഡർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, അതുപോലെ തന്നെ യെസ് ക്രൗളിംഗ് ഓർഡർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ജനഹിത പരിശോധന ഏതുമായി ബന്ധപ്പെട്ടായിരുന്നു? നമ്മുടെ യെസ് ഗുരുവായൂർ സത്യാഗ്രഹം അല്ലേ. അപ്പം ക്രൗളിംഗ് ഓർഡർ ജാലിയൻ വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ആണ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തിയെ വെള്ളപൂശാനാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത്. ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടതാരാണ്? നമ്മുടെ മഹാത്മാ ഗാന്ധിജിയാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തിയെ വെള്ളപൂശാനാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് ശ്രമിച്ചത് എന്ന് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിൽ അഭിപ്രായപ്പെട്ടതാരാണ്? അത് നമ്മുടെ ഗാന്ധിജിയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ്? ചെംസ്ഫോർഡ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ചെംസ്ഫോർഡ് പ്രഭുവായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി. ക്രൗളിംഗ് ഓർഡർ ജാലിയൻ വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തിയെ വെള്ളപൂശാനാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് ശ്രമിച്ചത് എന്ന് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ പരാമർശിച്ചത് നമ്മുടെ മഹാത്മാഗാന്ധിജിയാണ് അല്ലേ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1857 കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? അത് നമ്മുടെ ഡൽഹൌസി പ്രഭുവാണ് അല്ലേ. കഴിഞ്ഞ CPO ക്വസ്റ്റ്യൻ ആയിരുന്നു. 1857 കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? അത് ഡൽഹൌസി പ്രഭുവാണ്. ഇനി ഈ അവധി പിടിച്ചെടുക്കുവാൻ ഡൽഹൌസി നടപ്പിലാക്കിയ നയം പിടിച്ചെടുക്കൽ നയമാണ്. എന്നാണ് ഈ അവധിനെ പിടിച്ചെടുക്കാൻ ഡൽഹൌസി നടപ്പിലാക്കിയ നയം ഏതാണ്? അത് പിടിച്ചെടുക്കൽ നയമാണ്. ഇനി നെക്സ്റ്റ്, അവധിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. അവധിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. അവധിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി ഷായുടെ പത്നിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. എന്താണ്? അവധിലെ ഭരണാധികാരിയായിരുന്ന
വാജിദ് അലി ഷായുടെ പത്നിയാണ് ബീഗം ഹസത്ത് മഹൽ. ആ ബീഗം ഹസത്ത് പത്നിയായ ബീഗം ഹസത്ത് മഹലാണ് അവധിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. ദുർഭരണത്തിന്റെ പേര് പറഞ്ഞ് അവധിലെ വാജിദ് അലി ഷായെ 1856 ബ്രിട്ടീഷുകാർ കൽക്കട്ടയിലേക്ക് നാടുകടത്തിയതിനെ തുടർന്ന് അവധിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് വഴിയൊരുക്കി. എന്താണ് അവധിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് വഴിയൊരുക്കിയത്? എന്തായിരുന്നു? ദുർഭരണത്തിന്റെ പേര് പറഞ്ഞ് അവധിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി ഷായെ 1856 ബ്രിട്ടീഷുകാർ കൽക്കട്ടയിലേക്ക് നാടുകടത്തി. തുടർന്ന് ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് ഇത് വഴിയൊരുക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇവയിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തി ആരാണ്? അപ്പം പെസിഫിക് ലോറൻസ് ഉണ്ട്, സ്റ്റെഫോർഡ് ക്രിപ്സ് ഉണ്ട്, AV അലക്സാണ്ടർ ഉണ്ട്, മൗണ്ട് ബാറ്റൻ ഉണ്ട്. ഇതിൽ നമ്മുടെ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത ആരാണ്? അത് മൗണ്ട് ബാറ്റൻ ആണല്ലേ. അപ്പം ക്യാബിനറ്റ് മിഷനിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? പെസിഫിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിപ്സ്, അതുപോലെ തന്നെ AV അലക്സാണ്ടർ. ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി 1946 ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? ക്ലെമന്റ് ആറ്റ്ലി. അപ്പം ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി ആണ് ഇങ്ങോട്ടേക്ക് ക്യാബിനറ്റ് മിഷനെ അയച്ചത്. 1946 അയച്ചത്. ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി 1946 ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? ക്ലെമന്റ് ആറ്റ്ലി. ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് അധികാരമേറ്റത് 1946 സെപ്റ്റംബർ 2-നാണ്. എന്താണ്? ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് അധികാരമേറ്റത് 1946 സെപ്റ്റംബർ 2-നാണ്. ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ വേവൽ പ്രഭു. ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. ഈ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇടക്കാല മന്ത്രിസഭയുടെ വൈസ് പ്രസിഡന്റ്. അപ്പം 1946 സെപ്റ്റംബർ 2-ന് നിലവിൽ വന്ന ഇടക്കാല ഗവൺമെന്റിന്റെ തലവൻ വേവൽ പ്രഭുവും വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവുമായിരുന്നു. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1946 മാർച്ച് 23. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1946 മാർച്ച് 23-നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത്. ഈ ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1946 മെയ് 16. അപ്പം 1946 മാർച്ച് 23-ന് ഇന്ത്യയിലെത്തിയ ക്യാബിനറ്റ് മിഷൻ ക്ലെമന്റ് ആറ്റ്ലിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്ക് എത്തിയ ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1946 മെയ് 16-നാണ്. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. അപ്പം ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണല്ലേ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിതമായത് 1905-ലാണ്. അപ്പം ഈ ഗോപാലകൃഷ്ണ ഗോഖലെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1905-ലാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കാൻ സഹായിച്ച നവോത്ഥാന നായകനാണ് മഹാദേവ ഗോവിന്ദ റാനഡെ. നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കാൻ സഹായിച്ച നവോത്ഥാന നായകനാണ് മഹാദേവ ഗോവിന്ദ റാനഡെ. ഈ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഭരണശേഷം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയതാരാണ്? അത് ശ്രീനിവാസ ശാസ്ത്രികളാണ്. ആരാണ്? നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ മരണത്തിന് ശേഷം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയത് ശ്രീനിവാസ ശാസ്ത്രിയാണ്. ഈ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? രാജ്യസേവനത്തിന് വേണ്ടി ഇന്ത്യൻ ജനതയെ പരിശീലിപ്പിക്കുക. എന്താണ്? രാജ്യസേവനത്തിന് വേണ്ടി ഇന്ത്യൻ ജനതയെ പരിശീലിപ്പിക്കുക. ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ ഇന്ത്യൻ ജനതയുടെ യഥാർത്ഥ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. പെൺകുട്ടികൾക്ക് ആശ്രമ രൂപത്തിലുള്ള സ്കൂളുകൾ നൽകുക. രാജ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന നിസ്വാർത്ഥ പ്രവർത്തകരുടെ കേഡർ തയ്യാറാക്കുക എന്നിവയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രധാന പ്രവർത്തന ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ്? രാജ്യസേവനത്തിന് വേണ്ടി ഇന്ത്യൻ ജനതയെ പരിശീലിപ്പിക്കുക.
ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ ഇന്ത്യൻ ജനതയുടെ യഥാർത്ഥ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, പെൺകുട്ടികൾക്കായി ആശ്രമ രൂപത്തിലുള്ള സ്കൂളുകൾ നൽകുക, രാജ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന നിസ്വാർത്ഥ പ്രവർത്തകരുടെ കേഡർ തയ്യാറാക്കുക എന്നിവയൊക്കെയാണ് 1905 എന്താണ് നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്ത വർഷം എന്നാണ് 1858 അല്ലേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്ത വർഷം 1858 ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 വിളംബരമാണ്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 വിളംബരമാണ്. 1858 വിളംബരത്തിന്റെ ഫലമായി വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ഭരണാധികാരിയായി. 1858 വിളംബരത്തിന്റെ ഫലമായി വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ഭരണാധികാരിയായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിക്കപ്പെട്ടത് ബഹദൂർ ഷാ രണ്ടാമനെയാണ് അല്ലേ. കഴിഞ്ഞ വർഷം നമ്മൾ ചർച്ച ചെയ്താണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത് 1857 സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത് 1857 സ്വാതന്ത്ര്യ സമരമാണ്. മീററ്റിലെ പട്ടാളത്താവളത്തിൽ ശിപ്പായികൾ കലാപം ആരംഭിച്ചത് 1857 മെയ് 10 അല്ലേ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവമാണ് 1857 സ്വാതന്ത്ര്യ സമരം. ഇതാണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവമാണ് 1857 സ്വാതന്ത്ര്യ സമരം. ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് വില്യം ഹോഡ്സൺ ആയിരുന്നു. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ സർ വില്യം ഹോഡ്സൺ ആണ്. 1758 ഒക്ടോബർ 7 ബഹദൂർ ഷാ രണ്ടാമൻ റംഗൂണിലേക്ക് നാടുകടത്തിയത്. അപ്പം 1758 ഒക്ടോബർ 7 ഈ ബഹദൂർ ഷാ രണ്ടാമനെ റംഗൂണിലേക്ക് നാടുകടത്തി. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.